എല്ലാവരും പുള്ളിയില്ലേ? ഇല്ല, ഞാൻ ഉച്ചയ്ക്ക് മനസ്സിലായി. അതിനാണ് ഇങ്ങനെ വെച്ചത്. എന്നിട്ട് വീട്ടിൽ പോയിട്ട് രാജിക്കത്ത് ഞാനും കൊണ്ടാണ്. പോലീസുകാരും മണ്ണന്മാരാണെന്ന് കറക്റ്റ് അറിയാം. എന്റെ പൊന്നു സാറേ, ലാപ്ടോപ്പ് സിനിമകളല്ല. ഈ പോലീസ് സ്റ്റേഷനിൽ ഹൈടെക് ആക്കിയ വേണ്ട സാർ അറിഞ്ഞില്ലേ? ഹൈടെക് എന്ന് പറഞ്ഞാൽ എന്റെ പൊന്നു സാറേ, സിറ്റി മുഴുവൻ CC ക്യാമറ നിരീക്ഷണത്തിലാണ്. സിറ്റി മുഴുവൻ നമുക്ക് ഇവിടെ നിയന്ത്രിക്കാൻ പറ്റും, കാണാൻ പറ്റും. നമ്മുടെ കാക്കനാട് ഇൻഫോ പാർക്ക് എന്തെങ്കിലും ഇൻഫോർമേഷൻ ഉണ്ടെങ്കിൽ പറ സാർ. അത് പറയാൻ നീ വെക്ക് സൂം ചെയ്യാം. വണ്ടിയുടെ എന്താ സാർ എവിടെ പോകും സാർ? അവിടെ തട്ടുകട തുറന്നു കിടക്കുന്നു. എനിക്കാണ് ഈ വിഷമത്തും മേലെ ഞാൻ തട്ടുകട തുറക്കില്ലാണോ? ഒരു IG എന്നതിലുപരി ഒരു മകൻ നഷ്ടപ്പെട്ട അമ്മ കൂടിയാണ് ഞാൻ. തന്റെയൊന്നും ഈ വളിച്ച കോമഡിക്ക് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഇന്ത്യക്ക് എന്റെ മകൻ നഷ്ടപ്പെട്ടിട്ട് 4ാമത്തെ ദിവസമാണ്. എന്റെ 10 വർഷത്തെ സർവീസിനിടയിൽ ഒരു തുമ്പ് പോലും കിട്ടാത്ത കേസാണത്. വെറും 4ാം ക്ലാസ് മാത്രം യോഗ്യതയുള്ള ജോർജ് കുട്ടി നമ്മൾ കേരള പോലീസിനെ എല്ലാവരും നട്ടചുറ്റിക്കാണ്. അതുകൊണ്ട് ഞാൻ ആകെ ടെൻഷനില്ല. എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്? കേസ് CBI ഏൽപ്പിച്ചു. ഇനി കോച്ചാറിന്റെ ഫ്രണ്ട് തട്ടുകട CBI ഏൽപ്പിച്ചു. എന്റെ പൊന്നു CBI അല്ല, CBI. അയ്യോ സാർ, പട്ടിയോ സാറെന്താ നോക്കുന്നത്? സാറ് നോക്കണമെന്നല്ല, ഇന്നലെ വന്നപ്പോഴേ 5ന്റെ തുട്ടി കാണിപ്പോയായിരുന്നു. 5ന്റെ പൈസ എന്തിനാ ഞങ്ങള് CBIക്കാരോട് വരാൻ പറഞ്ഞു? എന്റെ മകൻ നഷ്ടപ്പെട്ടിട്ട് ഇന്നത്തേക്ക് 4ാമത്തെ ദിവസം. പേപ്പറിൽ പരസ്യം കൊടുത്താ പോരെ? 2 ദിവസം കഴിയുമ്പോൾ അറിയില്ല. അല്ല, മാഡത്തിന്റെ മകൻ മിസ്സിംഗ്. ഈ ചീര കേസിനൊക്കെ എന്തിനാ നമ്മളോട് വരാൻ ഭയങ്കര ബോറാണ്. എന്താണ് മാന്റെ പേര്? വരും. ഈ കാണാതായ വരുണ്ട് ഫോട്ടോസ് അങ്ങനെ എന്തെങ്കിലും? ചാക്കോ, എന്നൊരു അസല് ഒളിച്ചോട്ടക്കാരനുണ്ട്. അത് മനസ്സിലായി. പൂച്ച കണ്ണുണ്ടല്ലോ, പൂച്ച കണ്ണാണ്. പിന്നെ എല്ലാവരും പൂച്ച വാലോടിക്കുന്ന ആരും അറിയുന്നില്ല വിചാരം. നമ്മൾ CBIക്കാര് കണ്ടുപിടിച്ചിരിക്കും. അതെ, ഈ വരുണിന് ഏതെങ്കിലും വിധത്തിലുള്ള റിലേഷൻസ്? പാലയിലുള്ള ഒരു ജോർജ് കുട്ടിയുടെ മകളായിട്ട് സംതിങ്. ചാക്കോ, നമുക്ക് ആ വീട് വരെ ഒന്ന് പോകണം. നമ്മുടെ വീട്ടിൽ നമ്മുടെ വീട്ടിലേക്കല്ലേ, ജോർജ് കുട്ടിയുടെ വീട് വരെ പോകണം. എന്ത് സാറേ? അവിടെ എന്തെങ്കിലും കഴിക്കാമല്ലോ. മിസ്റ്റർ CBI, കല്യാണം കഴിച്ചാണോ? കല്യാണം എന്റെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല. നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് എനിക്കറിയാം. വേണ്ട. അല്ല, ഇച്ചായെന്ന് വിളിച്ചതാ. എനിക്കത് പേടിയാകുന്നു. കേസ് അന്വേഷിക്കുന്നത് സേതുരാമയ്യ CBI ജയിലിലാവുന്നുള്ളത് ഉറപ്പാ. നീ പേടിക്കണ്ടേ? എന്റെ കൊക്കിന് ജീവനെടുത്തോളം കാലം നിന്നെയും എന്റെ മക്കളെ ഞാൻ ഒറ്റയ്ക്ക് കൊടുക്കുന്നു. നീ മക്കളെ മക്കളെ ഭയവും ടെൻഷനും നമ്മുടെ മനസ്സിൽ എപ്പോൾ കയറിയാലും നമ്മൾ അപകടത്തിലാണ്. അതുകൊണ്ട് ഇത് എന്ത് സംഭവിച്ചാലും നമ്മൾ ഭയക്കരുത്. നമ്മൾ എന്തെങ്കിലും ബുദ്ധി ഉപയോഗിച്ചത് നല്ല ഒരുപാട് സിനിമകൾ ഞാൻ കണ്ടതല്ലേ. എല്ലാ സിനിമകളുടെ ഓർമ്മകൾ എൻ്റെ മനസ്സിൽ വരുന്നുണ്ട്.
ഒക്ടോബർ 2 നമ്മൾ എവിടെ പോയി? സേവനവാരത്തിന്. അന്ന് ഗാന്ധി ജയന്തി അല്ലേ ഇച്ചായ? ഓഗസ്റ്റ് ഓഗസ്റ്റ് 2 നമ്മൾ ധ്യാനത്തിന് പോയി. സുരേഷിന്റെ സിനിമയ്ക്ക് നമ്മൾ എവിടെ പോയി മക്കളെ? ധ്യാനത്തിന് പോയി. മക്കളെ ധാന്യമല്ല, പിന്നെ ധ്യാനത്തിന് പോയി. എവിടെ പോയി? ധ്യാനത്തിന് പോകും. എവിടെ പോയി? ധ്യാനത്തിന് പോയി. അതും പാറയപ്പള്ളി. എവിടെ? പാറേപ്പള്ളി. പാറപ്പള്ളി. പാറപ്പള്ളി. അച്ഛാ റിഹേഴ്സൽ ഒരു ടൈം തന്നോ? അപ്പോ നമ്മൾ പാറയപ്പള്ളിയിൽ സേവനവാരം. എന്താ ദൈവമേ, ധ്യാനം പള്ളി പാറപ്പള്ളി പോയി. പാറപ്പള്ളി ധ്യാനത്തിന് പോയതല്ലേ ഇച്ചായ? അങ്ങനെ തന്നെ. ടി വി നിന്റെ അടുത്ത് മറിച്ചും തിരിച്ചും ചോദ്യങ്ങൾ ചോദിച്ചാൽ നീ എങ്ങനെ പറയും? തിരിച്ചും മറിച്ചും ഉത്തരം പറയും. എന്തൊരു ദോഷയെ തിരിച്ചും മറിച്ചും പറയാം. മക്കളെ ടി വി എന്ന കൂരുണ്ടാകും, ചിലപ്പോ ഒരുപാട് ഉപദ്രവിക്കും. നിങ്ങൾ ഉപദ്രവിക്കും, മമ്മി ഉപദ്രവിക്കും. ഇപ്പൊ മമ്മിയെ മമ്മിയെ കെട്ടി അപ്പൊ നമ്മൾ പാറയപ്പള്ളിയിൽ ധ്യാനത്തിന് പോയി. എന്തിനു പോയി? ധ്യാനപ്പള്ളി പാറേപ്പള്ളി. മനസ്സിലായി. 3 പ്രാവശ്യം സാറിന് പടം കിട്ടുമെന്ന് സാറില്ല വിട്ടേക്ക്, ഞാൻ പറ്റും. സേതുരാമയ്യർ CBI. അത് സണ്ണിയിലെ പോലെ. തിരുവനന്തപുരം. Sorry. I am Sethuramayar from CBI. CPI, CPM. MM, FRCC. DSP, Degree first year botany. ജയിച്ചാ തോറ്റുപോയി. എന്റെ സാറ് SPI. CBI. നിങ്ങളാണോ ഈ ജോർജ് കുട്ടി? ആൻസർ. ആരാ ജോർജ് കുട്ടി? ബോഡി എവിടെയാണ് കിടക്കുന്നത്? ഓടിയതിന്റെ വീട്ടിന്റെ പുറകിൽ അയ്യാൻസർ. മഞ്ഞ ഏത് ബോഡി? അമ്മൂമ്മ. ഇവിടെ തന്റെ കുഞ്ഞുങ്ങളുടെ ബോഡി അന്വേഷിക്കണമെന്നല്ല, കാണാതെ പോയാൽ മരിച്ച വരുണിന്റെ ബോഡി തേടിയാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഈ വീട്ടിൽ ജോർജ് കുട്ടി ഒറ്റക്കാണോ? ഞാൻ ഒറ്റയ്ക്കാണ് സാർ. ഒറ്റയ്ക്കാണോ? ഭാര്യയും മക്കളും. പിന്നെ ഒറ്റക്കാണെന്ന് തോന്നുന്നു. അവരെ വിളിക്കും. മക്കളെ സാർ, ഇത് മോളിക്കുട്ടി, ഇത് ആനിക്കുട്ടി. അല്ല, ആനിക്കുട്ടി. അത് കുട്ടിക്കുട്ടി. അല്ല, പേരിക്കുട്ടി. എല്ലാം കുട്ടികളാണോ? കുട്ടികൾ മാത്രമാണോ? പണ്ടൊന്നുമില്ലേ? ഞാനിവിടെ തന്തയാണ് സാർ. അപ്പൊ നിങ്ങളെല്ലാവരും ഞങ്ങൾ ഒന്നാണ് സാർ. നിങ്ങൾ ഒന്നല്ല, നിങ്ങൾ 1001. അതെ. 1 0 0 1. അതിന് ഞാനിവിടെ ചോദ്യം ചോദിച്ചിട്ടുണ്ടോ? അത് ചോദിച്ചില്ലേ? ഇല്ല. ജോർജ് കുട്ടി, നിങ്ങളുടെ ഭാര്യ മോളിക്കുട്ടിയെ എനിക്ക് ഒറ്റ മുറിയിലിരുന്ന് ചോദ്യം ചെയ്യേണ്ടി വരും. കേസിന്റെ ആവശ്യത്തിന് വേണ്ടി മാത്രം. അത് നടക്കണം സാർ. ആണോ? ഇല്ല, പറ്റില്ല. നടക്കണം. CBI. അത് സാധിക്കണം സാർ. സാധിക്കണം. ഇല്ല സാർ, പറ്റില്ല. എടോ, എന്റെ വിശ്വാസമല്ലോ എനിക്ക്. സാറിന് വിശ്വാസമുണ്ട്, പക്ഷെ എനിക്ക് ഇവിടെ വിശ്വാസമില്ല സാർ. Tango, സാർ, take the paper, take the paper, take the paper. പേപ്പർ എടുക്കണോ? ഞാൻ വിചാരിച്ച ആവശ്യത്തേക്ക് വെടിവെച്ചായിരിക്കുന്നു. എന്താണ് നോട്ട് പോയിന്റ് നോട്ട് പോയിന്റ് നോട്ട് പോയിന്റ് എന്ന് എഴുതി വെച്ചത്? സാറ് 4 പ്രാവശ്യം പറഞ്ഞായിരുന്നു നോട്ട് പോയിന്റ്. ഇല്ലെങ്കിൽ നോട്ട് ചെയ്യ്, please. മിസ്റ്റർ ജോർജ് കുട്ടി, മരിച്ചവരും കൊല്ലപ്പെടുന്നതിന് മുമ്പായിട്ട് മരിച്ചിരുന്നു എന്ന് ഇവിടെ ഒന്ന് പറഞ്ഞു. മനസ്സിലായില്ല? ഒന്നുകൊടുത്തില്ല. മരിച്ചവരും കൊല്ലപ്പെടുന്നതിന് മുമ്പായിട്ട് മരിച്ചു കഴിഞ്ഞ തിരിച്ചറിയൽ പീരീഡിനായിട്ട് ഇവിടെ ലോഡ്ജിന്റെ ഉടമെ കസ്റ്റഡിയിൽ എടുത്തല്ലേ കൊണ്ടോ? അല്ല സാർ, ഈ മരിച്ചവരും അതല്ല, ഇത് പോയാലല്ലേ അറിയിക്കുന്നത്. മിസ്റ്റർ ജോർജ് കുട്ടി, ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം. മരിച്ചവരും മരിക്കുന്നതിന് മുമ്പായിട്ട് മരിച്ച വീട്ടിൽ വന്ന്
ബന്ധപ്പെട്ടത് നിങ്ങളോട് കൊല്ലപ്പെടുന്നതിന് മുമ്പ് പറഞ്ഞതായിട്ട് ആർക്കെങ്കിലും അറിയാം? ഓക്കെ, താങ്ക് യു. ഇപ്പോഴാണ് ഞാൻ രക്ഷപ്പെടുന്നത്. ഓക്കെ, സാർ എന്താ തന്റെ പേര്? മോനായി തനിക്ക് മോനായോ മോളായോ എന്നല്ല എന്റെ ചോദ്യം. എന്താണ് തന്റെ പേര്? എന്നാണ് എന്റെ പേര് മോനായി എന്നാണ്. ഞാൻ കല്യാണം കഴിച്ചില്ല, അതുകൊണ്ട് കൊച്ചുങ്ങളില്ല. ഓ, ഈ നിൽക്കുന്ന ജോർജ് കുട്ടി താനത്? ഏത് അറിയും സാറേ, അറിയോ? കഴിഞ്ഞ ഓഗസ്റ്റ് 2-ന് ജോർജ് കുട്ടിയും ഭാര്യയും ഞാനോട് ചോദിക്കും, നിങ്ങൾ വിട്ടരുത്. കഴിഞ്ഞ ഓഗസ്റ്റ് 2-ന് ജോർജ് കുട്ടിയും ഭാര്യയും നിങ്ങളുടെ ലോഡ്ജിൽ വന്ന് റൂം എടുത്തു. സാറേ, കഴിഞ്ഞ ഓഗസ്റ്റ് മാത്രമല്ല, ഈ പുള്ളി എല്ലാ മാസം ഓരോ പെണ്ണുങ്ങളെ കൊടുക്കൊണ്ട് പോയി ഭാര്യ പറഞ്ഞോണ്ട് പോകും. എന്നിട്ട് അവർ ഉള്ളും മണിച്ച് വന്നിട്ട് അവിടെ ഇരുന്നിട്ട് അതിന്റെ ഒരു തർക്കം അടിയും പിന്നെ ഭക്ഷണം കഴിക്കും കാര്യങ്ങൾ. എത്ര പ്രാവശ്യം പോലീസ് റൈഡിന് ഒരു ഇറങ്ങിപ്പോകാൻ പറഞ്ഞാൽ ഇറങ്ങിവിട്ടുന്നത്. അത് പോലീസ് നോക്കി ഇറങ്ങുന്നുണ്ടല്ലോ. രണ്ടിനെ പെണ്ണിനെ പിടിച്ചെടുത്ത് പുള്ളി ഉണ്ടാവില്ല ഓടിയത്. തന്റെ അഭിഹിതമൊക്കെ ഒത്തുതീർപ്പാക്കാൻ വന്ന ആൾക്കാരല്ലേ? ഞാനിപ്പോ വരുന്ന കൊലക്കേ സംബന്ധിച്ച് ഈ കേസ് വിടില്ല. അതൊക്കെ അതിന്റെ സ്പെഷ്യൽ ചാപ്പായാണ്. അത് ചാപ്പയായിട്ട് ഈ കുട്ടിയാണ് അവിടെ വന്നത്, ഈ സ്ത്രീയാണ് അയാളെ ഭാര്യയായിട്ട് വന്നതെന്ന് തനിക്ക് ഉറപ്പുണ്ടോ? നോക്കണം സാർ, എന്നാലേ പറയാൻ പറ്റുള്ളൂ. വ്യക്തമായിട്ട് നോക്കിട്ട് പറ. കാലം വീട്ടിൽ കാലം കേട്ടോ. ആരും കാണാൻ സാറേ, മുൻവശം കണ്ടിട്ട് എനിക്ക് വ്യക്തമായിട്ട് പുറവശോടൊന്നും കാണാൻ പറ്റുമോ? ജസ്റ്റ് ഒന്ന് കൺഫ്യൂഷൻ ആയിരിക്കാൻ പറ്റില്ല. അസുഖമാണ്. ഇത് തന്നെയാ സാറേ. ഓക്കെ, അത് തന്നെ, അത് തന്നെയാ. എങ്ങനെ താങ്കൾ ഇത് തന്നെയാണ്? ഈ കാണാൻ പോണ സ്ഥലത്ത് ഈ പുറത്തൊരു മറകുണ്ട്. അത് അത് താനെങ്ങനെയാണ്? അത് താനെങ്ങനെ വ്യക്തമായിട്ട് അന്ന് അവിടെ ഇവര് വന്ന് റൂം എടുത്തു. എന്നിട്ട് ആ ലോഡ്ജ് മുറിയിൽ എന്താണ് സംഭവിച്ചത്? എന്നിട്ട് റൂം എടുത്ത് കഴിഞ്ഞപ്പോ തന്നെ ഈ പെണ്ണില്ലേ, ഈ പെണ്ണിന് തീറ്റ തിന്നാൻ വേണമെന്ന് പറഞ്ഞ് ഒച്ചയുണ്ട്. എന്നിട്ട് ഈ പുള്ളി പിള്ളേരെ വിളിച്ചോണ്ട് പോയി. അന്നേരത്തേക്ക് പിന്നെ ഈ ചേച്ചി ഒരു പച്ച സാരി മാറ്റിയിട്ടിട്ട് ഒരു നീല നൈറ്റി പിന്നെ ചുമപ്പും ഇതൊക്കെ ആയിട്ട് ബാത്റൂമിൽ കയറി കുളി തുടങ്ങി. കുളി 1 മണിക്കൂർ കുളിച്ചു സാറേ. അന്നേരം തന്നെ അവിടെയായിരുന്നു. അന്നേരം ഞാൻ റിസപ്ഷനിൽ നിന്ന് കണക്ക് നോക്കുമായിരുന്നു. റിസപ്ഷനിൽ ഇരുന്ന് കണക്ക് നോക്കുന്ന ആള് ഇവര് വിളിച്ചത് എങ്ങനെയാണ്? സാർ ക്യാമറ വെച്ചിട്ട് ക്യാമറ വെച്ചിട്ട് ക്യാമറ നോട്ടോ? ഇല്ല സാറേ, ഞങ്ങളുടെ നോട്ടിൽ അങ്ങനെ ചട്ടത്തരം കാണിക്കത്തില്ല. പിന്നെ സാറിന് ക്യാമറ ഒന്നും വെക്കത്തില്ല. എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഞാൻ നേരിട്ട് പോയി കണ്ടുപിടിക്കുള്ളൂ. അങ്ങനെ ക്യാമറ വെക്കത്തില്ല സാറേ. അത് എന്താണെന്നറിയാം സാറേ, ശരിക്കും പറഞ്ഞാൽ വെള്ളം വീണ് ഒച്ചയാണ്. കുറെ നേരമായിട്ട് വെള്ളം ഒഴിച്ച് കളഞ്ഞ ആരാന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ വന്നു. അപ്പൊ കാണത്തില്ല, ഈ വെന്റിലേഷൻ വഴി ഒരു കസേര എടുത്തിട്ട് അതിന്റെ മേളിൽ ബക്കറ്റ് കയറ്റി വെച്ച് അതിന്റെ മേളിൽ ഒരു ചെറിയ പാത്രം കൂടെ വെച്ചിട്ടാണ് എനിക്ക് കാണാൻ പറ്റിയത്. അത് ഞാൻ ഏറ്റവും വലിയ സാറേ വെന്റിലേഷനിൽ ഇങ്ങനെ കഷ്ടപ്പെട്ട സാറേ കണ്ടത്. അതെന്തിനാണ് ആ കഷ്ടപ്പെട്ട് കണ്ടത്? ഇതുപോലെ ഒരു കേസ് വന്നാൽ തുമ്പ് തന്നെ അതിന് വേണ്ടിയിട്ടായിരുന്നു സാർ. വീട്ടിലാണ്. ഈ പെണ്ണ് തന്നെയാണ് അത് എന്ന് തനിക്ക് ഉറപ്പുണ്ടോ? സാർ, ആ വ്യക്തമായിട്ട് ഒന്നുകൂടെ നോക്കണം. ഇതായിരിക്കില്ല സാർ, എന്റെ വൈഫായിരിക്കും. പെട്ടെന്ന് നോക്കി. ഇത് തന്നെ സാർ. സാർ നോക്കി. ആ അതിന് സാർ അല്ലേ? ഇത് തന്നെ. ഇത് നോക്കാം. ഉറപ്പാണ് സാർ. താക്കോ, ആദ്യം ഇവരെ കസ്റ്റഡിയിൽ എടുക്കും. അതിനുശേഷം ഇവന്റെ ഫോൺ കസ്റ്റഡിയിൽ എടുക്കും. അതിനുശേഷം ഇവന്റെ മെമ്മറി കാർഡ് കസ്റ്റഡിയിൽ എടുക്കും. എന്നിട്ട് ഇവനകത്ത് ഇട്ടേര്. ഇനി പുറത്ത് ലോകം കാണിക്കണ്ട. ജോർജ് കുട്ടി, കാര്യങ്ങളൊക്കെ തനിക്ക് എതിരാണല്ലോ അവിടെ. ഇല്ല സാർ, ഒരിക്കലും വരുന്നില്ല. മിസ്റ്റർ ജോർജ് കുട്ടി, രണ്ടാമത്തെ താനും കുടുംബം എവിടെ പോയി? പാറപ്പള്ളി ധ്യാനത്തിന് പോയി സാർ. പാറപ്പള്ളി ധ്യാനത്തിന് പോയി സാർ. പാറപ്പള്ളി ധ്യാനത്തിന് പോയി സാർ. പാറപ്പള്ളി ധ്യാനത്തിൽ പോയി സാർ. മിസ്റ്റർ മ്യൂസിക് ഡയറക്ടർ, ധ്യാനം കൂടിയതിനു ശേഷം പിന്നീട് നിങ്ങൾ എവിടെയാണ് പോയത്? സിനിമയ്ക്ക് പോയി സാർ. സിനിമയ്ക്ക് പോയി സാർ. സിനിമയ്ക്ക് പോയി സാർ. സിനിമയ്ക്ക് പോയി സാർ. അടിപൊളിയാവുന്നുണ്ട് തന്നെ കമ്പോസിംഗ്. അതെ, ഈ സിനിമയുടെ കാര്യം തന്നെ മറന്നുപോയി സാർ. പാറ പോയി സാർ. പുറത്തുപോയി സാർ. മറന്നുപോയി സാർ. പൊളിഞ്ഞുപോയില്ലേ ജോർജ് കുട്ടി, പൊളിഞ്ഞുപോയില്ലേ? താൻ ചിലപ്പോൾ സിനിമയുടെ പേര് മറന്നു പോയിട്ടുണ്ടാവും. പക്ഷേ ഇവര് 3 പേരും മറന്നു പോയല്ലോ. എന്റെ പാട്ട് പൊളിഞ്ഞു സാർ. പൊളിച്ചു. സാർ, സാർ, തെളിവ് കിട്ടി സാർ. തെളിവ് കിട്ടി സാർ. തെളിവ് കിട്ടി. എന്താണ് ചാക്ക് കിട്ടി. ജോർജ് കുട്ടി, ചാക്കൊക്കെ ചാക്ക് കിട്ടി. ഇനി തന്നെ ആരും പോക്കാടോ? ചാക്കോ, ചാക്കിന്റെ കെട്ടടിക്ക്. പെട്ടെന്ന് പോട്ടെ. ഇന്ന് പണിയാണോ എനിക്ക്? ഓ, ചാക്ക് തുറക്ക്. സാർ, Yes. സാർ, ഇത് വരണാണോ? അരുണല്ല, അരുണാണോ? അരുണല്ല, കിരണാണോ? കിരണല്ല. പിന്നെ ആരാണത്? ഇത് സിന്ധിയാണ് സാർ. സിന്ധ്യ. സിന്ധി പശു. അശുവ. ആ
പോലീസിന്റെ പശുവിനെ കൊന്ന് ഞങ്ങൾ ഇറച്ചി വെച്ച് ചിലപ്പോ പൊരിച്ചും കരിച്ചും എല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ പാറപ്പത് ധ്യാനത്തിന് പോയി സാർ. ഞങ്ങൾ പറഞ്ഞു കേൾക്കൊന്നില്ല. അപ്പൊ ഞാൻ കുറ്റവാളി അല്ലല്ലോ സാർ. പറഞ്ഞു ഞങ്ങൾ കൊന്നില്ല. ഈ പശുവിനാണ് സാറിനെ കൊന്നത്. ഇപ്പോഴാണ് താൻ ശരിക്കും പെട്ടത്. ഇവിടെ ഒരാളെ കൊന്ന ഒരു കുഴപ്പമില്ല. പക്ഷെ ഒരു പശുവിനെ കൊന്നാണല്ലോ, അത് ക്രിമിനൽ കേസാണ്. ഈ കേസോടെ നടക്കാൻ പോകുന്നതാണോ? ഡൽഹിയിലായിരിക്കും, ഡൽഹിയില്